ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോഴത്തേക്ക് രാവിലെയാണ് ഞാൻ ഇന്ന് അടുക്കളയിൽ കയറിയത്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയതിന് ശേഷം മറ്റുള്ള ജോലികളെല്ലാം ചെയ്യാമെന്ന്. കാരണം ഇത് എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് രാവിലെ തന്നെ വെക്കുന്നത്. കാരണം പോകാൻ സമയത്ത് ഇത് തണുത്ത് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല മുഴുത്ത മൂവാണ്ട മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് എവിടെ നിന്നൊന്നും അറിയത്തില്ല. സാധാരണ എവിടെ നിന്നല്ല ഞാൻ വാങ്ങിച്ചത്. ഇത് ഈ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും കാണും, എനിക്കറിയത്തില്ല. സാധാരണ ഇത് കാണുന്നത് ആലപ്പുഴ ജില്ലയിൽ അങ്ങോട്ട് കായംകുളത്തൊക്കെയാണ് ഈ മൂവാണ്ട മാങ്ങ ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ വെള്ളരിക്കയും വെള്ളരിക്കയല്ലേ, വെള്ളരി മാങ്ങ, പിന്നെ കോട്ടുക്കണ്ണൻ, അങ്ങനത്തെ കുറേ സൈസ് മാങ്ങകളെ എനിക്കുള്ളൂ. പിന്നെ അതുകൊണ്ടിട്ട് എനിക്ക് ഈ മാങ്ങ ഇവിടെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എവിടെയെങ്കിലും കാണുമായിരിക്കും, ഉള്ളതുകൊണ്ടിട്ടായിരിക്കും അവർ വിറ്റത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുകയാണ്. ഞാൻ മാങ്ങ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിന് വേണ്ടി 2 കവർ തൈരും ഒരു വലിയ തേങ്ങയാണ് എടുത്ത് തിരുവി വെച്ചിട്ടുള്ളത്. അപ്പം ജീരകവും കൊച്ചുള്ളിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ചരുവത്തിലാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത് കൂട്ടുകാരെ. അപ്പോൾ ഈ ഒരു ചരുവം ഞാൻ അടുത്ത് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇന്നാളെ മീൻ കറി വെച്ചില്ലേ, മറ്റേ വരാൽ കറി വെച്ചില്ലേ, അത് ഈ ഒരു ചരുവത്തിലാണ്. അപ്പോൾ ഈ ചരുവത്തിൽ വയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം കാണും, മീൻ കറി വെച്ച ചരുവത്തിലാണോ ഇനി കറി വെക്കണേന്ന്. അല്ല, ഈ ചരുവത്തിൽ ഞാൻ പായസം വയ്ക്കും. ഈ പായസം വയ്ക്കും. അതുകൊണ്ടിട്ടാണ് ചിലപ്പോൾ പുട്ടിന് പൊടി നനയ്ക്കും, പായസം വയ്ക്കും. ഇതിന് വേണ്ടിയിട്ടുള്ള ചരുവാണിത്. അല്ലാതെ ഇതിൽ ഞാൻ മീനൊന്നും വയ്ക്കത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വേറെ ചരുവം, ചെറിയ സൈസും വലിയ ചെറിയ സൈസായിട്ടുള്ള ചരുവങ്ങളൊക്കെ ഉണ്ട്. 2-3 കിലോ മീനൊക്കെ കിട്ടിയാൽ വയ്ക്കേണ്ട ചരുവം അതൊക്കെ ഉണ്ട്. അപ്പം മാങ്ങ ഇതാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങയൊക്കെ എടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞിട്ട്, വലിയ മാങ്ങയാണ് എടുത്തത്. അല്ലെങ്കിൽ 4 വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 കിലോ കൂടുതലുണ്ട്. ഞാൻ എടുത്ത് അരിഞ്ഞ് അതിൻ്റെ തൊണ്ട് കളഞ്ഞ് അരിഞ്ഞിട്ട് 2-4 മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം മാങ്ങാക്കറിയല്ല ഞാൻ ഉണ്ടാക്കുന്നത്, അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാൻ, സാധാരണ നിങ്ങൾക്ക് കാണാം, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ എത്ര മണിക്കാണ് കാപ്പി ഉണ്ടാക്കാൻ. കാരണം സ്കൂൾ അടച്ചതിന് ശേഷമുള്ള സംഭവമാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കയറിയിട്ടുണ്ട്, 6:30 അടുക്കള കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം മാങ്ങ തട്ടി 1 മൊന്ത വെള്ളം വെച്ച്, അതിൽ 1 മൊന്ത വെള്ളമൊന്നും വച്ചിട്ടില്ല, ഒരു 3/4 മൊന്ത വെള്ളം വെച്ചിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയാണ് ഫസ്റ്റ് ചേർത്ത്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും ഇട്ട് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ ഒരു തേങ്ങ എടുത്ത് ചിരുകി വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ ആവശ്യത്തിന് ജീരകവും കൊച്ചുള്ളിയും വെച്ചിട്ടുണ്ട്. അപ്പം ഈ അരപ്പൊന്ന് ഇട്ടതിന് ശേഷം, ഈ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ വേവണതിനകം വെച്ചിട്ട് ഞാൻ അരപ്പ് റെഡിയാക്കും കേട്ടോ. അപ്പോൾ ഈ വെള്ളം വെച്ചാൽ പിന്നെ ഞാൻ വേറെ ജാറ് ഒന്നും ഞാൻ വെള്ളം ചേർക്കത്തില്ല കൂട്ടുകാരെ. അപ്പോൾ ജാറൊന്നും കഴുകാതെ തന്നെ ഞാൻ ഈ അരപ്പൊന്ന് ശരിയാക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോഴത്തേക്ക് ഒന്ന് വെന്തോളും കേട്ടോ. അത്രയും സമയം ഒരു കേപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെന്ത് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ അരപ്പിടാൻ പറ്റത്തുള്ളൂ. കാരണം ഉപ്പൊന്നും ഞാൻ ഇട്ടിട്ടില്ല കൂട്ടുകാരെ. ഉപ്പിടാത്തെന്ന് വെച്ചാൽ അത് വെന്തതിന് ശേഷം അതിൽ ഈ പഞ്ചസാര ഇടണം. അതായത് വെള്ള ശർക്കര ഉണ്ടെങ്കിൽ 1 കഷ്ണം വെള്ള ശർക്കര ഇടുക, അല്ലെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ഇടുക. ഇത് ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ അരപ്പൊക്കെ ഇടത്തുള്ളൂ. അപ്പം ചിലപ്പോഴേ അരപ്പ് ഇട്ടതിന് ശേഷം ഉപ്പിടും. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ കൂട്ട് ശരിയാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇടുമ്പോൾ എല്ലാം ശരിയാക്കി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ശരിയാക്കി വയ്ക്കുന്നതിന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട, നമ്മൾ അവിടെ തന്നെ നിന്നാൽ മതി. ഈ ഒരു കറി വയ്ക്കുമ്പോൾ നമ്മൾ ദൂരോട്ട് മാറിപ്പോവുക, എന്തെങ്കിലും അത്യാവശ്യം ഒന്നും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ ഒന്നിനും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന കറി നല്ലതായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കണം. അപ്പോഴത്തേക്ക് ഞാൻ തിരുവി വെച്ച തേങ്ങയ്ക്ക് ഞാനൊരു 3/4 കവറ് തൈര് പൊട്ടിച്ചൊഴിച്ച്, എന്നിട്ട് ഞാൻ ആ ഒരു 3/4 കവർ തൈരിൽ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ബാക്കി തൈരും കൂടെ ഒഴിച്ച്, അപ്പോൾ 1 കവർ തൈര് ഞാൻ ആ തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കി. അത് കഴിഞ്ഞിട്ട് ആ തേങ്ങ അരച്ച അരപ്പ് അതിൽ ഒഴിച്ചതിന് ശേഷം മാത്രമേ അടുത്ത തൈര് ഒന്നെടുത്ത് ഒരു കറക്ക് കറക്കിയാൽ മതി, തൈര് ലൂസായി കിട്ടും. അപ്പം ഞാൻ അതെല്ലാം ചേർത്തിട്ടുണ്ട്. അത് പെട്ടെന്നാണ് അത് ചെയ്തത്, ഒരു മിനായം പോലെ പെട്ടെന്ന് അതങ്ങ് മാറി. അപ്പോൾ അടുത്ത തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊഴിച്ചതിന് ശേഷം അടുത്ത ഞാൻ തൈരെടുത്ത് പൊട്ടിക്കും. അടുത്ത തൈര് പൊട്ടിച്ച് ആ ഒരു തൈരിൽ ഒരു തുള്ളി വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. കാരണം ഞാൻ നേരത്തെ 3/4 കപ്പ് വെള്ളത്തിലാണ് ഈ മാങ്ങ എന്ന് വേവിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 1 കവർ തൈരിൽ തേങ്ങ ഒന്ന് അരച്ചെടുത്തത്. ഒരു തേങ്ങയുണ്ട്, ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരിവിയതാണ്. അതിൽ ആ 1 കവർ തൈര് ഞാൻ നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്, ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല. അതിന് ശേഷം ആ അരപ്പൊഴിച്ചതിന് ശേഷം രണ്ടാമത് ഞാൻ ആ 1 കവർ തൈരും കൂടെ പൊട്ടിച്ച് ഒന്ന് ജാറിലൊഴിച്ച് ഒന്ന് കറക്കിയെടുത്ത് അതും കൂടെ ഒഴിച്ച് ഈ അരപ്പ് ഇതൊന്ന് ഒഴിച്ചതിന് ശേഷം പിന്നെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഒരു തുള്ളി പച്ചവെള്ളം വേറെ ചേർക്കരുത്.
ഈ അരപ്പെല്ലാം അതിൽ തന്നെ ജാറിൽ നിന്നൊക്കെ എടുത്തിട്ടിട്ട് അവിടെ നിന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം. അരപ്പ് തിളച്ച് പൊങ്ങാനോ ഒന്നിനും പാടില്ല. കാരണം നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കുന്ന കറി നമ്മൾ നല്ലതുപോലെ അവിടെ തന്നെ നിന്ന് ശ്രദ്ധിച്ചാലേ നമുക്ക് ആ കറി നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ അല്ലെങ്കിലേ അത് ഏത് കറി പോലെ ഇരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പറഞ്ഞാൽ ചിലപ്പോഴും നിങ്ങൾ അയ്യ ചേച്ചി പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന്, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. അതുകൊണ്ട് കറിയായിട്ട് കിട്ടണം. മാമ്പഴ പുളിശ്ശേരിയായിട്ട് തന്നെ കിട്ടണം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടില്ലേ ഈ മാങ്ങ എണ്ടി എടുത്തിട്ട് ഇങ്ങനെ ചീമ്പണതൊക്കെ അതേ ലെവലിൽ നമുക്ക് കിട്ടും. നല്ല മാങ്ങയാണ്. അപ്പം നല്ല പഴുക്കാത്ത നല്ല പഴുത്തൊലയാത്ത മാങ്ങയാണ്, തിന്നാൻ നല്ല മധുരമാണ്. അപ്പോൾ ആ മധുരത്തിൻ്റെ കൂടെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും. ഇതാണ് പഞ്ചസാര. ആദ്യം ഇട്ടത് ഉപ്പാണ്, രണ്ടാമത് ഇതാണ് പഞ്ചസാര. കാരണം രണ്ടിൻ്റെ സ്പൂൺ ഒന്നും ആയതുകൊണ്ടിട്ടേക്ക് മാറിപ്പോയതാണ്. അപ്പം ഒരു സ്പൂണ് പഞ്ചസാര, ഒരു 1/4 സ്പൂൺ ഉപ്പിട്ടാൽ മതി. കാരണം അത്രയും മതി, അത്രയും നന്നായിട്ട് പിടിച്ചോളൂ. ഉപ്പും ഇതൊക്കെ നല്ല മേമ്പൊടിയായിട്ട് കിടന്നോളും കേട്ടോ. ഈ മധുരത്തിന് ഒരു പഞ്ചസാര ഉപ്പിടുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ എരിവും പുളിയും ഉപ്പും എല്ലാം പാകമായിട്ടൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ നിന്നൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇത് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. തൈരൊക്കെ ഒഴിച്ചതാണ്. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, അടുത്തത് വറവ് തളിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് പിന്നെ നമുക്ക് വറവ് തളിച്ചിടാം. അപ്പോൾ അതുവരെ ഞാൻ ചെറുതായിട്ടൊന്ന് അടി പിടിക്കാതെ തവി വെച്ച് ഇളക്കി കൊടുക്കുകയാണ്. അടി പിടിക്കാതെ തവി വെച്ച് ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറവൊക്കെ തളിക്കാം കേട്ടോ. അല്ലാതെ നമ്മൾ തിടുക്കം കാണിച്ച് ഒന്നും ചെയ്യരുത്. ഈ തിളയ്ക്കുന്ന മുമ്പേ അരപ്പൊന്ന് ചൂടാവുന്ന മുമ്പേ നമ്മൾ കടുക് പൊട്ടിച്ച് ഒഴിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. അതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അടി പിടിക്കാതെ ഒന്ന് ചൂടായി വരും, ചെറിയ ചൂട് വരും. ചൂട് വന്നതിന് ശേഷം അപ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ കടുക് പൊട്ടിച്ചൊഴിക്കാനായിട്ട് ഞാൻ ഒരു ഉള്ളിയാണ് എടുത്ത്, ഒരു വലിയൊരു ഉള്ളി കിട്ടി, കുഞ്ഞുള്ളി വലുതൊന്ന് കിട്ടി. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് വെച്ചിട്ട് കടുകും വറ്റൽമുളകും ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇടാം. അപ്പോൾ എനിക്ക് വറ്റൽമുളക് ഇടാനില്ലാത്തതുകൊണ്ടിട്ട് ഞാൻ കൊച്ചുള്ളിയും ഉലുവയും പൊട്ടിച്ചിട്ട് കേട്ടോ കൂട്ടുകാരെ, ഇതിൽ ഉലുവയും പൊട്ടിച്ചിട്ട്. അപ്പം ഉലുവയും വറ്റൽമുളകും കടുകും കറിവേപ്പിലയും മാത്രമാണ് ഞാൻ ഇതിനോട്ട് വറവ് തളിച്ചിട്ടത്. അപ്പം ഇതെല്ലാം ഇട്ടതിന് ശേഷം എൻ്റെ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഇരിക്കണം ഞാൻ ഒന്ന് കാണിച്ചു തരാം. പക്ഷേ ഇത് ഞാൻ കഴിച്ച് കാണിക്കുന്നില്ല, കാരണം ഇത് ഉണ്ടാക്കി അടച്ച് ഒരു 2-3 മണിക്കൂർ അവിടെ ഇരുന്ന് കേട്ടോ. ഇപ്പോൾ ഒരു 10 മണിക്ക് എടുത്താൽ മതിയല്ലോ, അതുവരെ ഇത് അടച്ച് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം കോരി ഉപ്പും എല്ലാം പാകമാണെന്നൊക്കെ ഒന്ന് നോക്കി ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചെയ്ത് ശരിയാണെന്നാണ് ഞാൻ കൈയൊക്കെ എടുത്ത് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കടുകൊക്കെ പൊട്ടിക്കും, ഇതെടുത്ത് മാറ്റിയൊക്കെ വയ്ക്കുകയാണ്. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത് കഞ്ഞിക്കുള്ള വെള്ളം വയ്ക്കും. അപ്പം ഞാൻ ചോറ് വയ്ക്കണമെന്നും കാണിക്കണില്ല, അത് ആ തീ കത്തി കിടക്കണോണ്ടിട്ട് ചോറിനുള്ള വെള്ളം വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്നുമല്ല എൻ്റെ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ മാറാതെ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോഴത്തേക്ക് കടുക് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് ഉലുവ ഇട്ടതിന് ശേഷം പിന്നീട് ഞാൻ കൊച്ചുള്ളി ഇട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലോട്ടെടുത്ത് ഒഴിച്ച് കലക്കി ഞാനൊന്ന് അടച്ച് വെച്ചതിന് ശേഷം പിന്നീടാണ് ഞാൻ ഒന്ന് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണത് കേട്ടോ. അതൊക്കെ ഇതിൽ കട്ടിങ്ങായിട്ടുണ്ട്. അടച്ച് വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ കാണിച്ചു തരണത്. അപ്പം ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാൻ ഇടത്തുള്ളൂ കേട്ടോ. പക്ഷേ ഇട്ട ഉലുവ ഏതെന്നറിയാം, വറുത്ത് വെച്ചിരുന്ന ഉലുവയായിരുന്നു. പച്ച ഉലുവയൊക്കെ ഇട്ടാൽ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പച്ച ഉലുവയുണ്ട്, വറുത്ത ഉലുവയുണ്ട്, പൊടിച്ചു വെച്ച ഉലുവയുണ്ട്. അപ്പോൾ പൊടിച്ച ഉലുവയ്ക്ക് എനിക്ക് എടുത്തപ്പം ശരിയാവണില്ല, അതുകൊണ്ടിട്ട് ഞാൻ വറുത്ത് വെച്ച ഉലുവയാണ് എടുത്തത്. എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇട്ടോ, പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ തന്നെ നിന്ന് നല്ല കറക്റ്റായിട്ട് ഉണ്ടാക്കിയത്. ഇത് ഒരു മാങ്ങ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അന്നത്തെ ദിവസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് കലക്കി കൊടുക്കും. അതൊക്കെ ഒന്ന് കലക്കി കൊടുക്കും. ഇച്ചിരി കറിയൊക്കെ കോരി ഒഴിച്ചത് അതിലൊക്കെ കറിയൊക്കെ കോരി ഒഴിച്ചിട്ട് അപ്പോൾ ഒരു എന്നൊരു ശബ്ദമൊക്കെ കേൾക്കും കേട്ടോ. ഇതെല്ലാം ശബ്ദത്തിൽ കേൾക്കുമായിരിക്കും, പക്ഷേ എൻ്റെ മൊബൈൽ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഒരു കൂട്ടുകാർ, ഞാൻ മൈക്ക് വെച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ മൈക്ക് ഇടയ്ക്ക് വെച്ച് ഓഫായിപ്പോയി കേട്ടോ. അതുകൊണ്ടിട്ടാണ് ആ മൈക്ക് മാറ്റാതെ വെച്ചത്. കാരണം മൈക്ക് എടുത്ത് എവിടെയെങ്കിലും ഞാൻ വച്ചാലേ മറന്നു എവിടെയാണ് വയ്ക്കണമെന്ന് ഓർമ്മയില്ല. കണ്ട ലാസ്റ്റ് എൻ്റെ മാമ്പഴ പുളിശ്ശേരി നല്ല കളറുണ്ട്, നല്ല മഞ്ഞ കളറാണ്, പക്ഷേ ഇതിൽ കാണുന്ന ഇളം കളറ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ.